ദാസനാമെൻ്റെ നാശമകറ്റ നരവേഷമായി അവതരിച്ച ദൈവജാതനീ നരവേഷമായി അവതരിച്ച ദൈവജാതനീ സ്തോത്രമേശുവേ സ്തോത്രമേശുവേ നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. നാശലോകത്തിൽ ദാസനാമെന്നെ സൽപ്രകാശമായി നടത്തിടേണം യേശുനാഥനേ. ആർത്തികൾ തീർത്ത കരുണാസമുദ്രമേ നിന്നെ സ്തോത്രം ചെയ്യുവാനെന്നും എന്നെ പ്രാപ്തനാക്കുക. ജീവനാഥനേ ദേവനന്ദന നിന്റെ ജീവനിൽ തന്നതിനായി സ്തോത്രമേശുവേ. നിന്റെ ജീവനിൽ തന്നതിനാൽ സ്തോത്രമേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ല പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ നാശലോകത്തിൽ കർത്താവേ നിൻ്റെ ദാസനായി ജീവിപ്പാൻ കൃപ ചെയ്യണം. നിൻ്റെ പ്രകാശത്തിൽ എന്നെ നടത്തണം. എൻ്റെ നാശമകറ്റുവാൻ നീ നരമനുഷ്യവേഷമായി ഭൂമിയിലേക്ക് വന്നല്ലോ. എൻ്റെ ആർത്തികൾ, എൻ്റെ ഭാരങ്ങൾ തീർത്ത കരുണാസാഗരമാണല്ലോ. ഈ ഭൂമിയിൽ നിന്നെ സ്തോത്രം ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കുക. നിന്നെ സ്തോത്രം ചെയ്യുവാൻ എന്നും എന്നെ നിൻ്റെ ഒരു മാനപാത്രമാക്കുക എന്നെല്ലാം പാടുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ദൈവസന്നിധിയിൽ ഏകാന്തതയിൽ ഒരു കുട്ടി അപ്പനോട് പറയുന്നത് പോലെ കരഞ്ഞ് പിതാവിനോട് സംസാരിക്കുവാൻ, പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പാടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 119 സങ്കീർത്തനം നാം ചിന്തിച്ചു വരികയാണല്ലോ.
ദൈവവചനത്തിലെ അനേക മർമ്മങ്ങൾ, ദൈവവചനത്തിൻ്റെ അനേക വിശേഷണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. സങ്കീർത്തനത്തിലെ വിഷയം തിരുവചനം എന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ന്യായപ്രമാണം, ചട്ടങ്ങൾ, വിധികൾ തുടങ്ങി 10 കൽപ്പനകൾ പോലെ ദൈവവചനത്തിൻ്റെ 10 ഡയമെൻഷൻ, വിശദീകരണമാണ്, വിഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. അനുസരിച്ചാൽ ദൈവം അനുസരിച്ചാൽ അനുഗ്രഹം നൽകുന്നതാണ് ദൈവവചനം. അത് ശുദ്ധീകരണം നൽകുന്നതാണ്. അനേക വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ പാരഗ്രാഫിലായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. 49 മുതലുള്ള വേദഭാഗമാണ് നാം ചിന്തിച്ചു വരുന്നത്. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തെ വിട്ടുകളഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. പരിഹാസത്തിൻ്റെ മുമ്പിൽ നാം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പറ്റി നിന്നാൽ, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ശത്രുക്കൾ മുൻപാകെ നീ എനിക്ക് വിരുന്നൊരുക്കും. നിന്നെയും പരിഹാസവും ഉണ്ടാകും. പക്ഷേ അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. അഹങ്കാരത്തിൻ്റെ ഫലം നമുക്കറിയാം. ദൈവവചനത്തിൽ ഏതെല്ലാം വ്യക്തികൾ അഹങ്കരിച്ചിട്ടുണ്ടോ അവരെല്ലാം താളടിയായിട്ടുണ്ട്. ഇത് എൻ്റെ കൈപ്പണിയായ മഹതിയാം ബാബേലല്ലയോ എന്ന് പറഞ്ഞ നെബൂഖദ്നേസർ മഹാരാജാവ് ചില നാളുകൾക്ക് ശേഷം കാളയെപ്പോലെ പുല്ല് തിന്ന അനുഭവം നാം വചനത്തിൽ കാണുന്നുണ്ട്. നിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച ഫറവോൻ ചില നാളുകൾക്ക് ശേഷം ഉപ്പ് വെള്ളത്തിൽ മുങ്ങി താളടിയായി. അങ്ങനെ വളരെ അനുഭവങ്ങൾ, ധാരാളം കഥകൾ, ധാരാളം അനുഭവങ്ങൾ അഹങ്കാരത്തിൻ്റേത് നമുക്ക് കാണാം. എന്നാൽ ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയിരിക്കുന്ന വാഗ്ദത്തം, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും. പരിഹാസത്തിന് ദൈവം പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളുടെ മുമ്പിൽ കൊണ്ടുവച്ച് തരും. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, നീ ഒരു കാലത്ത് പരിഹസിച്ച എൻ്റെ മകൻ, അവന് ഇന്ന് വിരുന്ന് ഞാൻ ഒരുക്കുകയാണ്. രാജാവ് പ്രിയപ്പെടുന്ന ഒരു മനുഷ്യനെ എന്ത് ചെയ്യണം എന്ന് രാജാവ് ഹാമാനോട് ചോദിച്ചല്ലോ, മൊർദെഖായിയെ പറ്റി. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കൾ കാണുക നീ വിരുന്നൊരുക്കും. ഈ ശത്രുവിന് അത് കിട്ടാനും കഴിയുകയില്ല. ദൈവം നമ്മെ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് അതെല്ലാം ഓർത്ത് അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയില്ല. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു, അത് വിട്ടുമാറിയില്ല. ദൈവത്തിന് സ്തോത്രം. യഹോവേ, പണ്ടേ ഉള്ള നിൻ്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അവൻ്റെ പണ്ടേ ഉള്ള വിധികൾ, ദൈവത്തിൻ്റെ പണ്ടേ ഉള്ള വിധികൾ ഓർത്ത് തന്നെത്താൻ ആശ്വസിപ്പിക്കുക. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം നീതിപാതകൾക്കൂടെ, ദൈവത്തിന് സ്തോത്രം, ഭൂമിയിലെ വിവിധ പ്രയാസങ്ങളുടെ നടുവിൽ, മാനസിക തകർച്ചയുടെ നടുവിൽ
ദൈവവചനമെടുത്ത് ദൈവപൈതലെ നീയും ദൈവവുമായി മാത്രമുള്ളിടത്ത് ഇരുന്ന് ഒന്ന് വായിച്ചു നോക്കിക്കേ. കണ്ണു തുറന്ന ഏകാന്തതയിൽ ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വലിയ തണുപ്പ്. ദൈവത്തിന് സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ, കർത്താവിലേക്ക് നോക്കുമ്പോൾ ഇരുള് മൂടിയിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പ്രകാശം ഇരച്ചു കയറുന്നത് നമുക്ക് അനുഭവപ്പെടാം. മനസ്സിൽ അന്ധകാരം മൂടിയിരുന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിലേക്ക് നോക്കുമ്പോൾ പ്രകാശരശ്മികൾ ഇരച്ചു വരും. ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വചനം, നിൻ്റെ യഹോവേ പണ്ടേ ഉള്ള നിൻ്റെ വിധികൾ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രകാശം പകരുവാൻ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിൻ്റെ വചനം നാം ചിന്തിക്കണം, പഠിക്കണം, അവങ്കിലേക്ക് നോക്കണം. ദൈവത്തിന് സ്തോത്രം. കുരിരുൾ തിങ്ങിടും താഴ്വര കാണുകയിൽ ഭീതിയിൽ വീണു ഞാൻ. പാരിതിലാലംബം ഇല്ലാത്തോരേഴയായി തീരില്ല ഞാനൊരു കാലത്തും. എന്നെന്നും പാലിപ്പാൻ എന്നുടെ പാതയിൽ ദീപമാ പിന്നിൻ്റെ നാഥനൻ കൂടെയുള്ളതാലേ ഒന്നുമേ ഖേദിപ്പാൻ ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പാലിപ്പാൻ കർത്താവുണ്ട്. ഞാൻ സർവശക്തിയുള്ള മഹാദൈവമാണ്. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവപൈതലേ, നീ ഞരങ്ങുന്ന വിഷയത്തിൽ, ഇന്നാളുകൾ നീ നെടുവേർപ്പെടുന്ന വിഷയങ്ങൾക്ക് നിനക്ക് ആശ്വാസം പകരുവാൻ വിണ്ണിൻ്റെ നാഥൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഒന്നും ഭാരപ്പെടണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ തന്നെ ആശ്വസിപ്പിക്കുന്നു. 53 വാക്യത്തിൽ നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്ര കോപം പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സംഭവിക്കും. വാസ്തവം ദൈവത്തെ സേവിച്ച് നിൽക്കേണ്ടതാണ് ആവശ്യം. ദൈവത്തിന് വിപരീതമായി ഒന്നും പറയരുത്. കർത്താവിൽ വിശ്വസിക്കണം, ദൈവവചനത്തിലേക്ക് തിരിയണം, സത്യത്തിൻ്റെ മാർഗം അതാണ് എന്ന് നാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ, നാം അത് വിശ്വസിക്കുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനസ്സ് കത്തുകയാണെന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. മനസ്സ് കത്തുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാലും ദൈവസന്നിധിയിൽ ആ വിഷയം ഇറക്കി വയ്ക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഉടനെ ഒന്നും പെട്ടെന്നൊന്നും ദൈവം പാപിയെ ശിക്ഷിക്കുന്നില്ലല്ലോ. അവൻ അവസരം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലിന് നന്മ വരും എന്ന് ഞാൻ അറിയുന്നു. ആ ഭാഗത്ത് നാം വായിക്കുന്നത്
ദൈവത്തിന് സ്തോത്രം. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യും, അവൻ പിന്നെ ദീർഘായുസ്സോടെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്നാൽ മറന്നു പോകരുത്, അവൻ നിശ്ചയമായും വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലിന് നന്മ വരും എന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദുഷ്ടൻ പന പോലെ തഴച്ചു, സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ ദുഷ്ടൻ തഴച്ചു. എന്നാൽ ഞാൻ പിന്നെ പോയപ്പോൾ അതവിടെ ഇല്ലായിരുന്നു. ദുഷ്ടന്മാർ പ്രബലന്മാരാകും, എന്നാൽ പിന്നത്തേതിൽ അവർ ശാപഗ്രസ്തമായി തീർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വിഷയങ്ങളെ ഇറക്കി വച്ചിട്ട് അവൻ്റെ മനസ്സ് കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദുഷ്ടന്മാരോട് അസൂയ തോന്നരുത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദാവീദ് അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തിയിരിക്കുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയുവാനായി ദൈവസന്നിധിയിലേക്ക് ചെന്നു. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. എത്ര വലിയ കോപമോ, എത്ര വലിയ ക്ഷീണമോ, എത്ര വലിയ മാനസിക സംഘർഷമോ ആയിരിക്കുന്ന അവസ്ഥയിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയെന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹൃദയത്തിന് തണുപ്പ് ലഭിക്കുവാനിടയായിത്തീരും. ഹൃദയം ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. 54 വാക്യത്തിൽ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പരദേശിയാണ്. ഈ വീട് പരദേശ പ്രയാണമാണ്. നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതലേ അങ്ങനെ. ഒരിക്കൽ യാക്കോബ് തൻ്റെ മകനായ യോസെഫിൻ്റെ അടുക്കൽ യാക്കോബ് രഥമയച്ച് ഫറവോൻ്റെ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഫറവോൻ യാക്കോബിനോട് ചോദിച്ചു, എത്ര വയസ്സുണ്ട്? ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണം എന്ന് പറഞ്ഞ് തൻ്റെ പ്രായം പറയുന്നത് നാം മനസ്സിലാക്കുമല്ലോ. അന്ന് പിതാക്കന്മാരുടെ കാലം മുതലേ ഭൂമി പരദേശമാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ദേശം നോക്കി അബ്രഹാം യാത്ര ചെയ്തു. എന്തൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ ലോത്തിന് അങ്ങനെയുള്ള കാഴ്ചയല്ല. അവൻ ഭൗതികമായ വീടാണ് നോക്കുന്നത്, നീരോട്ടമുള്ള പ്രദേശമാണ് നോക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. ഭൗതികത്തിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് ചിലപ്പം ദേശം മനോഹരമാണെന്ന് തോന്നും, നീരോട്ടമുണ്ടെന്ന് തോന്നും, എന്ത് ത്യാഗം സഹിച്ചു അത് നേടിയെടുക്കാമെന്ന് തോന്നും, നേടിയെടുക്കുകയും ചെയ്യും. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അവർ ചോദിച്ചതിന് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും, സമ്പത്ത്. പക്ഷേ അത് ക്ഷണഭങ്കുരമല്ല. ലാസ്റ്റ് ഒടുക്കം വന്നപ്പോൾ നമുക്കറിയാം, ഏകദേശം 10-20 വർഷം കൊണ്ട് ലോത്ത് സമ്പാദിച്ചത് മുഴുവനും കത്തി എരിഞ്ഞു പോകുന്നത്. ഞാൻ സോവാറിലേക്ക് ഓടിപ്പോക്കോട്ടെ എന്ന് ചോദിച്ച് ആ ദേശം മുഴുവനും കത്തി എഴിഞ്ഞു പോകുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അബ്രഹാമിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിലോ, അബ്രഹാമിൻ്റെ കൂടെ താൻ നിന്നിരുന്നെങ്കിൽ തനിക്കൊന്നും നഷ്ടപ്പെടത്തില്ലായിരുന്നു. മെമ്രയുടെ തോപ്പിൽ അവർക്ക് ഒന്നിച്ച് വസിക്കായിരുന്നു. അവർക്ക് സഹോദര സ്നേഹമുണ്ടായേനെ. ഹെബ്രോനിൽ സഹോദര സ്നേഹമുണ്ടായേനെ. മെമ്രയുടെ തോപ്പിൽ ദൈവസാന്നിധ്യം ഉണ്ടായേനെ. താനും തൻ്റെ കുടുംബവും നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തത് കൊണ്ട് ഒന്നും കിട്ടിയില്ല. മക്കളെ കിട്ടിയില്ല, സമ്പത്ത് കിട്ടിയില്ല, നേടിയത് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. സ്വന്തം ഭാര്യ പോലും ഉപ്പുതൂണായിപ്പോയി. സ്വന്തം ഭാര്യയുടെ അവസ്ഥയോ
ദൂതൻ കൈക്ക് പിടിച്ചിട്ട് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താ? ഭൂമി പരദേശമാണെന്ന് പറഞ്ഞല്ല അവർ യാത്ര ചെയ്തത്. ഇവിടെ എല്ലാം നേടണമെന്നും പറഞ്ഞ ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പറഞ്ഞത്, മോനെ, നമ്മൾ തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നിനക്ക് ആ സ്ഥലമാണോ വേണ്ടത്? നീ അതെടുത്തോ എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തു. അവനോട് ജീവനും കൊണ്ടുപോയി അവിടെ താമസിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അബ്രഹാം ഒരു ചെറിയ ടെൻറ്റിലാണ് താമസിക്കുന്നത്. ടെൻറ്റ്, കൂടാരം. ദൈവത്തിന് സ്തോത്രം. കൂടാരത്തിന് നമുക്കറിയാമല്ലോ, ചെറിയ 2-3 കയറും ഒരു ഷീറ്റും കുറച്ച് കുറ്റിയൊക്കെ ഉണ്ട് കൂടാരമായി. പക്ഷേ അത് പൊളിച്ചിളക്കിക്കൊണ്ട് പോകാൻ എളുപ്പമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുന്ന എന്തിനാ? കൊണ്ടുപോകാനായിട്ട് വലിയ ബന്ധമൊന്നും ഭൂമിയെ വേണ്ട. നോക്കുന്നത് എന്തുവാ? നീരോട്ടമുള്ള പ്രദേശമല്ല. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന, യഹോവയായ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു കെട്ടിടം. അതാണ് കെട്ടിടം, അതാണ് ഭവനം. ഇത് കൂടാരം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ദൈവമക്കളെ, പരദേശിയായി പാർക്കുവാൻ നിനക്കൊരു വീട് വേണം. നീ വഴി കിടക്കുകയൊന്നും വേണ്ട. ദിവസത്തിൽ ഭവനമില്ലാത്തൊരവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, നാളുകളായി ഞാനൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എൻ്റെ അവകാശമാണ് ഒരു വീട്. ദൈവത്തിന് സ്തോത്രം, എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അത് തെറ്റൊന്നുമല്ല. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ, പരദേശിയാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, പരദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം പറഞ്ഞ ആ വീട്ടിൽ നീ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. പരദേശിയാണ്, പക്ഷെ അവിടെ ഒരു പാട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തുവാ പാട്ട്? ദൈവവചനമാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയില്ലാത്ത ലോകത്തിൽ കർത്താവ് നമ്മെ പ്രത്യാശയുള്ളവരാക്കി തീർത്തിരിക്കുകയാണ്. അതെന്താ? ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരെയും പരിഹാസികളെയും എതിർത്ത് നിൽക്കുവാൻ കഴിവ് ലഭിക്കുന്നത് ദൈവവചനത്താലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം കൊണ്ട് ശത്രുവിനോട് എതിർക്കണം. എതിർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. നാം പാടാറുണ്ടല്ലോ, ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ഇച്ചിരി കഠിനമാണെന്ന് തോന്നിയാൽ കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോയില്ല. ശത്രുവിനോട് എതിർത്ത് ജയം ലഭിക്കേണ്ടതിനെ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലത്തിൻ്റെ നടുവിൽ എതിർത്ത് നിൽക്കുന്നത് ദൈവവചനത്താല. ഭക്തൻ്റെ പ്രത്യാശയുടെ ദീപം കെട്ടുപോകാതെ ജീവനുള്ള വചനം സൂക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉള്ളിൽ ഉള്ള പ്രത്യാശയുടെ ദീപം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അത് വചനമാണ് നിർത്തുന്നത്. പ്രത്യാശയുടെ ദീപം കെട്ടുപോകുവാൻ ഇടവരികയില്ല. ജീവനുള്ള വചനം അത് സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ആലയത്തിലെ വിളക്ക് കത്തിക്കുന്നത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടാണ്.
ഇസ്രായേൽ പാളയത്തിൽ എല്ലാ ഭവനങ്ങളിലും ഒലിവ് വൃക്ഷമുണ്ട്. കാരണം ഒലിവ് എണ്ണയ്ക്ക് വേണ്ടിയാ. എപ്പോഴും ദീപം കത്തിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥനയുടെ ദീപം, ഉപവാസത്തിൻ്റെ ദീപം ആലയത്തിൽ, ഭവനത്തിൽ കത്തിക്കൊണ്ടിരിക്കണം. അതിന് ഇടിച്ച് എടുത്ത തെളിവുള്ള ഒലിവെണ്ണ ആവശ്യമാണ്. പ്രാർത്ഥന. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാൻ ജീവനുള്ള വചനം ആവശ്യമാണ്. സമയഭേദം കൂടാതെ എല്ലാ സമയത്തും ദൈവവചനം ധ്യാനിക്കുന്ന ഒരുത്തന് ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലാൻ, ദൈവവചനം വായിക്കുവാൻ പഠിക്കുവാൻ കഴിവുള്ള ഒരുവന് പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ ക്ഷീണിക്കത്തില്ല, ഏത് പ്രതിസന്ധിയിലും തകർന്നു പോകത്തില്ല. അഥവാ ക്ഷീണിച്ചു പോയാൽ, ക്ഷീണിതനായി ചോണിയിൽ ഞാൻ തളർന്നാലും, ക്ഷീണിതനായി ചോണിയിൽ ഞാൻ തളർന്നാലും, ആണികളേറ്റ പാണികളാൽ അവൻ താങ്ങും, അനുഗമിച്ചിടും ഞാനൻ പരനേ, എൻ പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നുമെന്നും മാറ്റമില്ലാത്ത വല്ലഭനെ. അതെ, ക്ഷീണിതനായി ചോണിയിൽ തളർന്നു പോയാലും ആണിപ്പെടുന്നുള്ള ആ കൈ കൊണ്ട് അവൻ നമ്മെ താങ്ങി നേരെ നിർത്തും. ദൈവത്തിന് സ്തോത്രം. സമയഭേദം കൂടാതെ ദൈവത്തിനെ ധ്യാനിക്കുന്നവന് പ്രത്യാശ വർദ്ധിക്കും. ദൈവവചനമാകുന്ന സമ്പത്ത് എത്രമാത്രം വർദ്ധിപ്പിക്കാമോ അത്രയും തന്നെ അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടം എൻ്റെ കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം അത് കീർത്തനമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും വീട്ടിലില്ല. കാരണം പരദേശിയായി പാർക്കുന്ന ഒരു ഭവനമാണ്. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. ജീവിതത്തിലെ ഏകാന്തതയിൽ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയിൽ, നിരാശയുടെ അവസ്ഥയിൽ, എൻ്റെ ഈ ഇരുട്ടൊന്ന് മാറിയെങ്കിൽ ഒന്ന് പ്രകാശം വന്നെങ്കിൽ എന്ന് ഓർത്തിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനത്തെ അവസ്ഥയുണ്ടോ? തീർച്ചയായും ഉണ്ടാകും. രാത്രിയിൽ പകൽ നല്ല വെട്ടമുണ്ടെങ്കിലും മാനസികമായി അന്ധകാരമായിരുന്നാലും മതി. ദൈവത്തിന് സ്തോത്രം. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാത്രി ആയാലും പ്രതിസന്ധി ആയാലും കഷ്ടതയിൽ കൂടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കോരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അർത്ഥം ഭയപ്പെടുകയില്ല. ആ സമയത്ത് ഞാൻ തിരുനാമം ഓർക്കുന്നു, നിൻ്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. കഷ്ടത വരുന്നു. ചിലർ നല്ല സമയത്ത് മാത്രമേ ദൈവവചനം പഠിക്കുകയോ പ്രാർത്ഥിക്കുകയോ കൂട്ടായ്മയ്ക്ക് പോവുകയോ. കഷ്ടതയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്നാളെ മനസ്സ് മടുത്തു പോകും. ഇത്രയും നാളും ആരാധിച്ചിട്ട് എന്തോ ഗുണമെന്നും ചോദിക്കും. ദൈവവചനം എന്നും വായിക്കുന്നതാണ്, എനിക്ക് യാതൊരു ഗുണവുമില്ല, ഇന്ന് വായിക്കുന്നില്ല. മത്സരിച്ച് മനസ്സ് തഴമ്പിച്ചു പോകും, മനം മടുത്തു പോകും. അങ്ങനെ വരരുത്. അവിടെ പിശാച് കയറും, സാത്താൻ കയറും. കഷ്ടത കൂടുതൽ വന്നാലും ദൈവത്തിന് സ്തോത്രം, കൂടുതൽ ദൈവത്തോടടുക്കണം. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടന്മാർ വിട്ടാലും തുഷ്ടിയായി ജീവിക്കും. കർത്താവ് കൂടെ ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ തീരുന്ന ഒരു ദിവസമുണ്ട്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തീരും
എൻ ദുഃഖം വിലാപവും. ചേരും ഞാൻ സ്വർഗേ വേഗം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ലാസ്റ്റ് വാക്യത്തിൽ, ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുവാൻ എനിക്ക് വിഹിതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കത് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യണം. എൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുക. നിന്നെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കുക എന്നുള്ളത് എനിക്ക് വിഹിതമാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ പദ്ധതികൾ എല്ലാം ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. നിൻ്റെ വചനങ്ങളെല്ലാം ഞാൻ അനുഷ്ഠിച്ചിരിക്കുന്നു. നിൻ്റെ വചനം അനുഷ്ഠിക്കുക എന്നുള്ളത് എനിക്ക് കിട്ടിയ ഓഹരിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, ലേവി നിനക്ക് വീതിച്ച് കിട്ടിയത് ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വീതമാണ് ദൈവവചനം. ദൈവത്തിന് സ്തോത്രം. ലോക മനുഷ്യർക്ക് പലതും ഉണ്ടാവും. ക്ഷണഭങ്കുരമായ പല നന്മകളും അവർക്ക് കിട്ടിയെന്നിരിക്കും. എന്നാൽ ദൈവം നിനക്ക് നൽകിയത് അവൻ്റെ വചനമാണ്. അത് പ്രമാണിക്കണം, അത് യൂട്ടിലൈസ് ചെയ്യണം, അത് ഉപയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നത്, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലേവി ഗോത്രത്തിൽ സ്വന്തമായി സ്ഥലം വീതമൊന്നും കൊടുത്തില്ല. കർത്താവ് പറഞ്ഞു, നീ അവർക്ക് കൊടുക്കണ്ട, ആലയത്തിലെ ശുശ്രൂഷയൊക്കെ അവർ ചെയ്യട്ടെ, ഞാനാണ് അവരുടെ വീതം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഗോത്രക്കാർക്കും അളന്നു കൊടുത്തു ദേശം. ദൈവത്തിന് സ്തോത്രം. അവർക്ക് മാത്രം കൊടുത്തില്ല. കാരണം ഞാനാണ് അവരുടെ ഓഹരി. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് നിൻ്റെ ഓഹരി. ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായി കിട്ടിയിരിക്കുന്നതാ. ദൈവമാണ് എൻ്റെ വീതം. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഓഹരി, എത്ര അനുഗ്രഹിക്കപ്പെട്ട വീതം. ദൈവ പൈതലേ, നിനക്കെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവമുണ്ടല്ലോ, നിനക്ക് നിത്യതയുണ്ടല്ലോ. നിൻ്റെ നിത്യത ആരും കൊണ്ടുപോയല്ലോ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. എല്ലാം പ്രതികൂലമായാലും നീ ഞങ്ങളുടെ ഓഹരിയാണ്. നിൻ്റെ വചനം പ്രമാണിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമാണ്. ശത്രുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് നിൻ്റെ വചനത്താലാണ്. നീ ഞങ്ങൾക്ക് നൽകുന്ന പാർപ്പിടത്തിൽ നിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കും. സത്യസന്ധമായി വിശ്വസ്തയോടെ നിന്നെ സേവിപ്പാൻ കൃപ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീറുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.